അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് ലെസൺ 6 ആറാമത്തെ പാഠമാണ്. ആ പാഠം ജുംല അഥവാ വാക്യം, ഇംഗ്ലീഷിൽ സെൻറ്റൻസ് എന്നൊക്കെ പറയും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ അറബിക് ഗ്രാമറിൽ പഠിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ജുംല എന്ന് പറഞ്ഞത് വാക്യം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. വാക്യങ്ങൾ അറബിയിൽ 2 തരമുണ്ട്. അറബിയിൽ എത്ര തരമാണുള്ളത്? 2 തരത്തിലുള്ള വാക്യങ്ങളാണുള്ളത്. ഒന്ന് ഇസ്മ് ജുംല ഇസ്മിയ കൊണ്ട് തുടങ്ങുന്നു. ജുംല തന്നെ ഇസ്മിയ, ജുംല ഇസ്മിയ എന്നാണ് അതിന് പറയുക. 2 ജുംല ഫിഇലിയ, ക്രിയ കൊണ്ട് തുടങ്ങുന്നത്. ഇസ്മിയ നാമം കൊണ്ട് തുടങ്ങുന്നത്. പിന്നെ ജുംല ഫിഇലിയ ക്രിയ കൊണ്ട് തുടങ്ങുന്ന വാക്യം. അപ്പം ജുംല ഇസ്മിയ എന്ന് പറഞ്ഞത് നോമിനൽ സെൻറ്റൻസ് ആണ്, സാധാരണ സെൻറ്റൻസ്. അതിൻ്റെ ഘടന എന്താണെന്ന് വെച്ചാൽ 2 പാർട്ട് ഉണ്ടാവും ആ വാക്യത്തിന്. ഒന്ന് മുബ്തദ എന്ന് പറയും, 2 ഖബർ എന്ന് പറയും. മുബ്തദയും ഖബറും പ്രത്യേകം ശ്രദ്ധിക്കുക, പുതിയ വാക്കാണ് മുബ്തദ ഖബർ. ഏതിൽ? ജുംല ഇസ്മിയൽ. അപ്പോൾ ഇതുവരെ നമ്മൾ ഇസ്മ എന്താണ്, ഫിയൽ എന്താണ്, ഹർഫ് എന്താണെന്നൊക്കെ പഠിച്ചല്ലോ. ഇനി അവ ചേർന്ന് എങ്ങനെ ഒരു പൂർണ്ണ അർത്ഥമുള്ള വാക്യം ഉണ്ടാക്കുന്നു എന്ന് പഠിക്കാൻ. ജുംല എന്നത് പൂർണ്ണമായ ഒരു അർത്ഥം നൽകുന്ന വാക്കുകളുടെ കൂട്ടമാണ്. ജുംല എന്ന് പറഞ്ഞ കൂട്ടം, വാക്യങ്ങളുടെ കൂട്ടം. ഉദാഹരണം, സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് നിൽക്കുന്നു എന്നാണ്, സ്റ്റാൻഡപ്പ്. ദഹബ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് പോയി എന്നാണ്. ഇത് രണ്ടും എന്താണ്? ആദ്യത്തേത് ഇവ 2 പൂർണ്ണമായ അർത്ഥം നൽകുന്ന ജുംലയാണ്. 2നും പൂർണ്ണമായ അർത്ഥമുണ്ടെന്ന് അർത്ഥം. ജുംലയുടെ 2 പ്രധാന ഭാഗങ്ങൾ നമ്മൾ പഠിച്ചല്ലോ. ജുംല ഇസ്മിയ, ഇസ്മ കൊണ്ട് തുടങ്ങുന്നത്. അതിന് 2 ഭാഗം ഉണ്ടാവും, മുബ്തദയും ഖബറും. അപ്പോൾ മുബ്തദ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്ന നാമം, തുടക്കത്തിലുള്ള നാമം. ഖബർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്താണോ പറയുന്നത് അതിൻ്റെ വിവരം, അതാണ് ഖബർ എന്ന് പറയുന്നത്. ഉദാഹരണം, അള്ളാഹു ഗഫൂർ. അള്ളാഹു ഇസ്മാണ്, ഗഫൂർ പൊറുക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹു എന്താ ചെയ്യുന്നത്? പൊറുക്കുന്നു അല്ലേ? അപ്പോൾ അവിടെ അള്ളാഹു എന്നുള്ളത് മുബ്തദയും ഗഫൂർ എന്നുള്ളത് ഖബറുമാണ്. പിന്നെ അത്വാലിബു മുജ്തഹദ്. മുജ്തഹദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശ്രമിക്കുക. അപ്പോൾ ഇവിടെ ത്വാലിബ് എന്താണ്? ത്വാലിബ് എന്നുള്ളത് മുബ്തദ. മുജ്തഹദ എന്നുള്ളത് എന്താണ്? ഖബറാണ്. വീട് വലുതാണെന്നുള്ളത് എങ്ങനെ പറയാ? അൽ ബൈത്തുൽ കബീർ. അൽ ബൈത്തു കബീർ, വീട് വലുതാണ്. അതിലെ വീട് എന്നുള്ളത് എന്താണ്? മുബ്തദയാണ്. വലുതാണെന്നുള്ള കബീർ എന്നുള്ളത് എന്താണ്? ഖബറാണ്. അപ്പം ഇതാണ് ജുംലത്ത് ഇസ്മിയ എന്ന് പറയുന്ന വാക്യം. അതിന് മുബ്തദയും ഉണ്ടാവും, ഖബറും ഉണ്ടാവും. മുബ്തദ എന്ന് പറഞ്ഞാൽ ആരെ എന്തിനെക്കുറിച്ച് പറയുന്നോ അതാണ് മുബ്തദ. ഖബർ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് എന്ത് പറയുന്നോ അതാണ് മുബ്തദ. അപ്പോൾ അള്ളാഹു ഗഫൂർ എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഖബർ ഗഫൂറാണ്, അള്ളാഹു എന്നുള്ളത് മുബ്തദയാണ്. ഇനി അൽ ഖുർആനുൽ കരീം എന്നുള്ളതിൽ എന്താണ്? ഖുർആനാണ് മുബ്തദ, കരീം എന്നുള്ളത് എന്താണ്? പിന്നെ ഖബറാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജുംലത്ത് എന്തിനാ? ഇസ്മിയയിലാണ്. ഇസ്മിയ മുബ്തദയും ഖബറും. ഇനി നമുക്ക് ജുംലത്ത് ഫിഇലിയനെ കുറിച്ച് പഠിക്കണം. എന്താണ് ജുംലത്ത് ഫിഇലിയ എന്ന് പറഞ്ഞാൽ? അതായത് ക്രിയ കൊണ്ടാണ് ആരംഭിക്കുക. ഇവിടെ നേരത്തെ നൗൺ കൊണ്ടാണ് ആരംഭിച്ചത്. ഇവിടെ ഫിഇലിയ, ജുംല ഫിഇലിയ ക്രിയ കൊണ്ടാണ് ആരംഭിക്കുക. ഉദാഹരണമായിട്ട് ഫിഇൽ എന്ന് പറഞ്ഞാൽ ക്രിയ എന്നാണ്. ഫായിൽ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നവനാണ് ഫായിൽ. അപ്പോൾ അവിടെ ഫിയലും ഉണ്ടാവും, ഫായിലും ഉണ്ടാവും എന്നർത്ഥം. ഉദാഹരണങ്ങൾ,
പിന്നെ കതബ ത്വാലിബ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എഴുതിയെന്നാണ്. ആരാ എഴുതിയത്? വിദ്യാർത്ഥിയാണ് എഴുതിയത്. പിന്നെ മുഹമ്മദ് വന്നു എന്നുള്ളതിന് എങ്ങനെ പറയാ? ജാ മുഹമ്മദുൻ. കുട്ടി പോയി എന്നുള്ളതിന് എങ്ങനെ പറയാ? ദഹബൽ വലതു. കുട്ടി പോയി. എങ്ങനെയാണ് ഇത് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? തിരിച്ചറിയാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. തിരിച്ചറിയാനുള്ള മാർഗം, അതായത് ജുംല ഫേലിയ വാക്യത്തിൻ്റെ നാമത്തിൽ തുടങ്ങുന്നുവെങ്കിൽ ജുംല ഇസ്മിയാണ്, നാമത്തിലാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ. വാക്യം ക്രിയയിൽ തുടങ്ങുന്നുവെങ്കിൽ ജുംല ഫേലിയാണ്. ഉദാഹരണമായിട്ട് റഹബൽ വാലിദു എന്ന് പറഞ്ഞില്ലേ, റഹബ പോയി. അപ്പോൾ തുടങ്ങിയത് എന്തിലാണ്? ക്രിയയിലാണ് അല്ലേ? അപ്പോൾ കുട്ടി പോയി എന്നുള്ള വലതു എന്നുള്ള ഇപ്പുറത്തേക്കാവുന്നത് അത് ഫായിലാണ്. അപ്പോൾ ഫിയലും ഉണ്ടാവും ഫായിലും ഉണ്ടാവും എന്നർത്ഥം. അറബി ഉദാഹരണങ്ങൾ അറബിയിൽ 2 തരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സെയ്ദുൻ കായിമുൻ എന്താണ്? ജുംല ഇസ്മിയാണ്. പിന്നെ അള്ളാഹു റഹീം ജുംല ഇസ്മിയാണ്. റഹബ സെയ്ദുൻ ജുംല ഫെയിലിയാണ്. കതബ ത്വാലിബുൻ എന്താണ്? ജുംല ഫെയിലിയ. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് ജുംല ഫിഅലിയാണോ ജുംല ഇസ്മിയാണോ എന്ന് കണ്ടുപിടുത്താൻ വളരെ എളുപ്പമാണ്. ഫിയൽ കൊണ്ട് തുടങ്ങുന്നത് വാക്യത്തിനെയാണ് എന്ത് പറയാം? നമ്മൾ ക്രിയ എന്ന് പറയാം. ഫിയലിൽ എന്തെല്ലാം ഉണ്ടാവും എന്നറിയോ? ഫിയലുണ്ടാവും, ഫായിലുണ്ടാവും, മഫ്ഊലും ഉണ്ടാവും. പ്രവൃത്തി ഫിയല്, പ്രവൃത്തി ചെയ്യുന്ന ആൾ ഫായില്, പിന്നെ പ്രവൃത്തി ഏൽക്കുന്ന വസ്തു അല്ലെങ്കിൽ ആൾ അതെന്താണ്? മഫ്ഊലും. ഖറഅ മുഹമ്മദുൽ ഖുർആൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് ഖുർആൻ വായിച്ചു എന്നാണ്. അപ്പോൾ ഖറഅ എന്താണ്? അത് പ്രവൃത്തിയാണ്. ഖറഅ വായിച്ചു. ഇസ്മു ഫിഅലിയലെ ഖറഅ എന്നുള്ള വായിച്ചു എന്നുള്ളതാണ്. ആരാണ് വായിച്ചത്? മുഹമ്മദാണ് വായിച്ചത് അല്ലേ? അപ്പോൾ മുഹമ്മദ് എന്തായി? പ്രവൃത്തി ചെയ്യുന്ന ആളായി, ഫായിലാണ്. എന്താണ് വായിച്ചത്? അതായത് പ്രവൃത്തി ഏൽക്കുന്ന വസ്തു അൽ ഖുർആൻ അതെന്താണ്? മഫ്ഊലാണ്. അപ്പോൾ ഒരു ജുംല ഫിയലിയയിൽ 3 ഭാഗം ഉണ്ടാവും. 1 ഫിയല്, 2 ഫായില്, 3 മഫ്ഊൽ. 3 ഘടകങ്ങളായിട്ടാണ് അത് വരിക. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ജുംല ഇസ്മിയ അള്ളാഹു റഹീം എന്ന് ആദ്യം ഇസ്മു വന്നു. ജുംല ഫിയലിയിൽ ഖലഖല്ലാഹു സമാവാത്തി എന്നുള്ളത് ഖലഖ എന്നുള്ളത് എന്താണ്? ആദ്യം ഫിയല് വന്നു അല്ലേ? ആദ്യ വാക്ക് നോക്കിയിട്ടാണ് നമുക്കിത് തിരിച്ചറിയാൻ പറ്റുക. ഏത് ഒരു ഇസ്മു ഫിയലിയാണോ, ഇസ്മു പിന്നെ ക്രിയയിൽ തുടങ്ങുന്ന പദമാണോ, അതല്ല നൗണിൽ തുടങ്ങുന്ന ഇസ്മുൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ അതാണ് നൗണിൽ തുടങ്ങുന്നത്. ഉദാഹരണമായിട്ട് ഖലഖല്ലാഹു ജുംല ഫിയലിയാണ്. പിന്നെ അൽ ജന്നത്തുൽ ഹക്ക് ജുംല ഇസ്മിയാണ്. ജാ റസൂലു ജുംല ഫിയലിയാണ്. അപ്പം ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ള പാഠം. വളരെ സിമ്പിളാണ്, ഒന്നുമില്ല. ഓർക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ജുംല എന്ന് പറഞ്ഞാൽ പൂർണ്ണ അർത്ഥമുള്ള വാക്യമാണ്. ജുംല ഇസ്മിയ എന്ന് പറഞ്ഞാൽ നാമത്തിലാണ് ആരംഭിക്കുക. ജുംല ഫിയലിയ എന്ന് പറഞ്ഞാൽ എന്തിലാണ് ആരംഭിക്കുക? പിന്നെ വെർബിലാണ് ആരംഭിക്കുക. അപ്പോൾ പിന്നെ ഇപ്പം എന്താ നമുക്ക് പ്രയാസം എന്താ ഉള്ളത്? ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഹോംവർക്ക് നിങ്ങൾക്ക് ഞാൻ തരാം, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ജുംല ഫിയലിയയിലാണോ ജുംല ഇസ്മിയയിലാണോ എന്ന് പറഞ്ഞു തരണം. അതേതാണ് ഒന്നാമത്തത്? അള്ളാഹു അലീമുൻ ഒന്നാമത്തത്. അത് ഏതിലാന്ന് പറഞ്ഞു തന്നെ. റഹബത് ത്വാലിബൂൻ മൂന്നാമത്തത്. അൽ കാവു ബാരിദുൻ, അൽ കാവു ബാരിദുൻ. പിന്നെ കതബ സെയ്ദുൻ. പിന്നെ ഖുർആൻ കരീം, ഖുർആൻ കരീം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇതിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് ജുംല ഫിയലിയും ഒന്ന് ജുംല ഇസ്മിയയും. അത് കണ്ടാൽ തന്നെ അറിയാം. നൗണിൽ തുടങ്ങിയാൽ ജുംല പിന്നെ ഇസ്മിയാണ്, വെർബിൽ തുടങ്ങിയാൽ ജുംല ഫിയലിയാണ്. ജുംല ഫിയലിൽ 3 ഘടകങ്ങളുണ്ടാവും. ഒന്ന് ഫിയൽ, ഫായിൽ, പിന്നെ മഫ്ഊൽ. ഫിയല്, ഫായിൽ, മഫ്ഊൽ. എന്തിനാണ് ഉണ്ടാവുക? ജുംലത്ത് ഫിയലിയലാണ് ഉണ്ടാവുക എന്നർത്ഥം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടതനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.